ഹരികുമാർ സാർ, ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ DRDO വർഷങ്ങളായിട്ട് ക്രൂയിസ് മിസൈൽ, അതായത് പരിപൂർണതയിലുള്ള ഒരു ക്രൂയിസ് മിസൈൽ ശരിയാക്കാനായി, നിർമ്മിക്കാനായി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പരിപൂർണതയിലുള്ള ഒരു ക്രൂയിസ് മിസൈൽ തയ്യാറാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ JSR എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി ഇത്തരത്തിലൊരു ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുത്തതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കഴിയാത്ത കാര്യം ഒരു സ്വകാര്യ മേഖലയിലെ കമ്പനി ആ കൃത്യം നിർവഹിക്കുമ്പോൾ എന്താണ് സാർ ശരിക്കും നമ്മുടെ പൊതുമേഖലയിലെ ഈ സ്ഥാപനത്തിന് സംഭവിച്ചിരിക്കുന്നത്? പൊതുമേഖലയേക്കാൾ സ്വകാര്യ മേഖലയ്ക്കാണോ നമ്മുടെ മഹാരാജ്യം പ്രാധാന്യം കൊടുക്കുന്നത്? എന്ത് തോന്നുന്നു സാർ? ഇതിനകത്തൊരു വൻ കച്ചവടം കണ്ണുണ്ടോ? ഒന്ന് പറയാമോ സാർ? പിന്നെ അയ്യപ്പദാസ് ചോദിച്ച ചോദ്യത്തില് ഒരു സത്യവും ഒരു ഭാഗത്ത് അത് സത്യമാണ്, വേറൊരു ഭാഗത്ത് അതിന് വേറൊരു വിശദീകരണമാണ്, മറുപടിയാണ് ഞാൻ തരുന്നത്. അതായത് ഏതാണ്ട് ഒരു 15 കൊല്ലത്തോളത്തിലധികമായിട്ട് ഇന്ത്യയുടെ പൊതുമേഖലയിലുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ പല രീതിയിലും പരിശ്രമിക്കുക. ഇതിനിടയ്ക്ക് ആദ്യം നമ്മൾ ലക്ഷ്യം വെച്ചത് അമേരിക്കയുടെ ടോമോഹോക്ക് എന്ന് പറയുന്ന സബ്സോണിക് ക്രൂയിസ് മിസൈലിന് സമാനമായിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുക്കാനാണ് ഇന്ത്യ ആദ്യം ലക്ഷ്യം വെച്ചത്. അന്ന് നമ്മൾ അതിന് നിർഭയ് എന്നാണ് പേരിട്ടത്, നിർഭയ് മിസൈൽ. ആ നിർഭയ് മിസൈലിൻ്റെ വികസനം ഞാൻ വളരെ വർഷങ്ങളായിട്ട് എപ്പോഴും വളരെ കൗതുകത്തോടെ ഓരോ തവണയും അവർ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ഞാനത് ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നിർഭയ് ഇപ്പോൾ ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് 2015 ആയപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും അത് വിജയകരമായി എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വന്ന പരീക്ഷണങ്ങളെല്ലാം അത് പരാജയപ്പെടുകയാണ്. ഇടയ്ക്ക് മിസൈൽ ലക്ഷ്യം തെറ്റിപ്പോവും, ഇടയ്ക്ക് പൂർണ്ണ 1500 കിലോമീറ്റർ എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ. അതിനിടയ്ക്ക് സമാന്തരമായിട്ട് ഇന്ത്യയും റഷ്യയും ചേർന്നിട്ട് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ മിസൈല് നമ്മൾ രൂപപ്പെടുത്തുന്നത്. അത് DRDOയുടെ തന്നെ ഒരു ജോയിന്റ് വെഞ്ചറാണ്, പക്ഷേ അവിടെ അത് റഷ്യൻ ടെക്നോളജിയാണ്. അപ്പോൾ അത് മാത്രമല്ല, DRDOയുടെ പരമ്പരാഗത സംവിധാനത്തിലല്ല അത് നിർമ്മിക്കുന്നത്, അത് വേറൊരു കമ്പനി തന്നെയാണ്. അതൊരു പ്രത്യേക കമ്പനിയാണ്, DRDOയ്ക്ക് പങ്കാളിത്തം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവര് ബ്രഹ്മോസിന്റെ പല വെർഷൻസ് ഉണ്ടാക്കി ഈ ഒരു കാലയളവിനുള്ളിൽ. പക്ഷെ അതൊരു സൂപ്പർസോണിക് മിസൈലാണ്. ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ എല്ലാത്തിലും അതിൻ്റെ കഴിവ് തെളിയിച്ച. പക്ഷെ ഒരു ചെറിയ പ്രശ്നം ബ്രഹ്മോസിനുണ്ട്. അതായത് ബ്രഹ്മോസ് മിസൈൽ വളരെ ചെലവേറിയ ഒരു മിസൈലാണ്. അത് തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ തകർക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം അത് ഒരു മിസൈലിന് തന്നെ 50 കോടി രൂപയൊക്കെ അടുപ്പിച്ചൊക്കെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 100 മിസൈൽ വിട്ടാൽ 5000 കോടി രൂപ ചിലവാകും. പക്ഷേ ഈ സബ്സോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത് വളരെ ചെലവ് കുറഞ്ഞ മിസൈലാണ്. ഒരു ബ്രഹ്മോസ് മിസൈലിൻ്റെ സ്ഥാനത്ത് ഒരു 15-20 സബ്സോണിക് മിസൈൽ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, അതിൻ്റെ ചെലവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സബ്സോണിക് മിസൈലുകൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ പക്ഷെ നിർഭയയുടെ കാര്യത്തിൽ നമുക്കുണ്ടായ ഒരു പ്രധാന ഒരു കഴിവ്, ഒരു ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്ന അത് നമ്മുടെ ഒരു പരിമിതി. അതിന് ഉപയോഗിക്കുന്ന ആ മിസൈലിലൊരു എഞ്ചിനുണ്ട്. ആ ടർബോഫാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ജെറ്റ് എഞ്ചിനാണ്, ടർബോഫാൻ ജെറ്റ് എഞ്ചിനാണ്. ആ ജെറ്റ് എഞ്ചിൻ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യണമായിരുന്നു. അത് ഈ അടുത്ത കാലത്താണ്, അതിപ്പോൾ 1 വർഷം 2 വർഷത്തോളമേ ആയിട്ടുള്ളൂ, അത് പൂർണ്ണമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ പേര് മണിക് എഞ്ചിൻ എന്നാണ്. പഴയ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരിൻ്റെ പേര് ഓർത്താൽ മതി, മണിക്കാവും. അപ്പോൾ ഈ മണിക് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ നിർഭയയുടെ പേരങ്ങ് മാറ്റി. നിർഭയ എന്നല്ല, ഇപ്പം ലോങ് റേഞ്ച് സർഫസ് ടു
എയർ സർഫസ് ടു സർഫസ് ലോങ് റേഞ്ച് സർഫസ് മിസൈൽ എന്നും അതുപോലെ ലോങ് റേഞ്ച് ഷിപ്പ് ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ എന്നും ഒക്കെയുള്ള രീതിയിൽ പേര് മാറ്റി. കൃത്യമായിട്ട് പറഞ്ഞാൽ കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിൻ്റെ പേര് LRLACM, ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്നാണ്. കപ്പലിൽ നിന്ന് വിക്ഷേപിക്കുന്നതിൻ്റെ പേര് ലോങ് റേഞ്ച് ഷിപ്പ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്നാണ്. അങ്ങനെ 2 മിസൈലുകൾ ഇപ്പം നമ്മൾ നിർമ്മിച്ചു. പക്ഷെ അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് 2028 കൂടിയേ 3 വർഷം കൂടെ കൊണ്ടേ അത് പൂർണ്ണമായിട്ട് വികസിപ്പിക്കാൻ പറ്റും. പക്ഷെ അന്നേരം ആ ഒരു സമയത്താണ് നമ്മുടെ രാജ്യത്തെ തദ്ദേശീയമായിട്ട് ഉള്ള ഒരു നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ കമ്പനി JSR ഡൈനാമിക്സ് അവര് ഒരു ദീർഘദൂര ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി അവർ പ്രദർശിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യോമസേനാ മേധാവി ഈ മിസൈല് പരിശോധിക്കുന്ന ചില ചിത്രങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. എയർ ചീഫ് മാർഷൽ അർഷദീപ് സിംഗ്, ക്ഷമിക്കണം, അമർപ്രീത് സിംഗ്. അപ്പം ഈ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മിസൈല് അതിൻ്റെ പേര് അവരിപ്പോൾ തൽക്കാലം ഇട്ടിരിക്കുന്നത് LRP2GM എന്നാണ്. അതായത് ലോങ് റേഞ്ച് പവേർഡ് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷൻ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് 750 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉള്ള ഒരു മിസൈലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരതിൻ്റെ മിസൈലിൻ്റെ റേഞ്ച് ഇപ്പോഴും ക്ലാസിഫൈഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് അത് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഊഹിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മിസൈലിൻ്റെ പരമാവധി വേഗത, അതിൻ്റെ വേഗത എന്ന് പറയുന്നത് മാക്ക് 1 1000 കിലോമീറ്റർ, മണിക്കൂറിൽ 1000 കിലോമീറ്റർ ആണ് എന്നൊരു മാക്ക് 1 അല്ല, മാക്ക് 1 എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ വേഗതയാണ്. അതെനിക്ക് തോന്നുന്നു 870 കിലോമീറ്റർ സംതിങ്, 700-800 ഇടയ്ക്കുള്ളൊരു ദൂരമാണ്. പക്ഷെ ഇത് വളരെ കൃത്യമായിട്ട് ആ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗത. അതിൻ്റെ ഈ സ്വകാര്യ കമ്പനിയുടെ LRP2GM എന്ന മിസൈല് അതിന് 45 മിനിറ്റിന് മുകളിൽ തുടർച്ചയായിട്ട് പറക്കാമെന്നാണ്. അപ്പൊ ഈ 2 വസ്തുത വെച്ച് പരിശോധിക്കുമ്പോൾ മണിക്കൂറിൽ 1000 കിലോമീറ്റർ ആണെങ്കിൽ 45 മിനിറ്റിൽ ഏതാണ്ട് 750 കിലോമീറ്റർ നമുക്കാണ് കൂട്ടാം. അപ്പോൾ അതിലും കൂടുതലാണെങ്കിൽ ഒരു 800-900 കിലോമീറ്റർ എങ്കിലും റേഞ്ച് ഉള്ള ഒരു മിസൈലാണ് ഈ JSR ഡൈനാമിക്സ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നമുക്ക് നടത്താം. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ നേവിക്ക് ഒരു അനുഗ്രഹമാണ്. ഇപ്പം നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലിനും ഏതാണ്ട് 1000 കിലോമീറ്റർ. സംശയം ചോദിച്ചോട്ടെ, ഈ സാധാരണ മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാവും. അല്ല, സാധാരണ മിസൈൽ എന്നുള്ളതല്ല പറയുന്നത്. മിസൈലുകൾ 2 തരത്തിലാണ്. ഒന്ന് ബലിസ്റ്റിക് മിസൈൽ, അതെ. രണ്ടാമത് ക്രൂയിസ് മിസൈൽ. ബലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ, ഒരു ബലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വാക്കാണ്. അതൊരു കല്ല് നിങ്ങൾ എടുത്തെറിഞ്ഞാൽ അതൊരു ബലിസ്റ്റിക്കാണ്. അത് എന്തുകൊണ്ടാണ് ഈ ബലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്? നിങ്ങൾ എറിയുന്നത് ആകാശത്തോട്ട് ഇങ്ങനെ ഒരു ഉയരത്തിലൂടെ ഇങ്ങനെ മുകളിലോട്ടായിരിക്കും. അങ്ങനെ എറിയുമ്പോൾ അത് ആദ്യം ആകാശത്തോട്ട് ചെന്ന്, അതായത് ഒരു 45 ഡിഗ്രിയിൽ ആകാശത്തോട്ട് ചെന്നിട്ട് അവിടുന്നാണ് താഴോട്ട് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാതെ നേരെ ഇങ്ങനെ എറിയാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? നിങ്ങളൊന്ന് ചരിഞ്ഞ് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ എറിയോ, ഒരു ആംഗിളില്ല ഒരു കല്ല് വലിച്ചെറിയുന്നു. ഒരു മാവിലോട്ട് കല്ല് വലിച്ചെറിയണമെങ്കിൽ താഴെ നിന്നുകൊണ്ട് ഇങ്ങനെ നേരെ മാവിലോട്ട് എറിയാൻ മനുഷ്യന് പറ്റുമോ? കുറച്ച് സ്ഥലം വിട്ടിട്ട് ആ ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഗ്യാപ്പിനിടയിലാണ് എറിയുന്നത്. ദൂരം മാറി നിന്നുകൊണ്ട് ഒരു ആംഗിളിലാണ്, ഒരു ആംഗിൾ പിടിച്ചിട്ടാണ് എറിയുന്നത്. അപ്പോൾ ബലിസ്റ്റിക് മിസൈലിന്റെ പ്രത്യേകത അതാണ്. അതായത് അത് ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് ശൂന്യാകാശത്തിലെത്തും. എന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് പാകിസ്ഥാനിലോട്ട് ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ നേരെ വിമാനം പോലെ അല്ല അത് പറക്കുന്നത്. അത് ആകാശത്തേക്ക് ഒരു റോക്കറ്റ് പോലെ പോയിട്ട് ആകാശത്ത് എന്നിട്ട് വീണ്ടും താഴോട്ട് വരും. താഴോട്ട് വന്നിട്ടാണ് ഈ ലക്ഷ്യസ്ഥാനത്തിൽ അത് പതിക്കുന്നത്. അതാണ് ബലിസ്റ്റിക് മിസൈൽ. പക്ഷേ ക്രൂയിസ് മിസൈൽ അങ്ങനെയല്ല. ക്രൂയിസ് മിസൈലും വിക്ഷേപിക്കുന്നത് ഇങ്ങനെ ഒരു ആംഗിളിലായിരിക്കും. പക്ഷെ അത്
ഒരല്പം സമയം കഴിഞ്ഞാൽ മിനിറ്റുകൾ വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ അതൊരു വിമാനം പോലെ പറക്കാൻ പറ്റും, ഭൂമിക്ക് സമാന്തരമായിട്ട്. അത് ഇത്ര ശൂന്യാകാശത്തിലോട്ടൊന്നും പോകുന്നില്ല. പലതും മീറ്ററുകൾ മാത്രം ഉയരത്തിലായിരിക്കും. അത് ടെറൈൻ ഹഗ്ഗിങ് എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്നും ഇപ്പോൾ ചിലപ്പോൾ ഒരു 500 മീറ്റർ ഉയരത്തിൽ അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും താഴെയായിരിക്കും. അങ്ങനെ ടെറൈൻ ഹഗ്ഗിങ് എന്ന് പറയുന്ന പ്രതിഭാസം, അതിന് കടലിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അത് സ്കിമ്മിങ് എന്നാണ് പറയുന്നത്. അതായത് കടലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഈ ഒരു ക്രൂയിസ് മിസൈൽ പോകുന്നത് വെറും 10-15 മീറ്റർ ഉയരത്തിലായിരിക്കും. അത് കാരണം ഇത് റഡാറിൻ്റെ ദൃഷ്ടിയിൽ പെടില്ല. റഡാറിന് ആകാശത്തെ ഉയരത്തിൽ പറക്കുന്നതിന് ആണ് റഡാറിൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നത്. അപ്പോൾ അതാണ് ഈ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ തമ്മിലുള്ള വ്യത്യാസം. ക്രൂയിസ് മിസൈല് ഭൂമിക്ക് സമാന്തരമായിട്ട് പറന്നു പോകും. ബാലിസ്റ്റിക് മിസൈല് ആകാശത്ത് എന്നിട്ട് തിരിച്ച് താഴോട്ട്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ചിലവ് കൂടുതലാണ്. കാരണം അതിനുപയോഗിക്കുന്നത് റോക്കറ്റ് പോലത്തെ, നമ്മളിപ്പോൾ ഒരു സ്പേസ് ലോഞ്ച് വെഹിക്കിളിൻ്റെ ഏതാണ്ട് ചില ടെക്നോളജികളൊക്കെ ആണ്. അത് ഈ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ വേണമെങ്കിൽ നമുക്ക് ഒരു ബാലിസ്റ്റിക് മിസൈലായിട്ട് രൂപം മാറ്റിയെടുക്കാം. പക്ഷെ അത്ര എളുപ്പമല്ല. അതിന് റീ എൻട്രി എന്ന് പറയുന്നത്, അതൊക്കെ ഒരുപാട് സാങ്കേതികതകളുണ്ട് അതിനകത്ത്. റീ എൻട്രി ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങാനുള്ള ടെക്നോളജി വേണം. അങ്ങനെ വരുമ്പോൾ അത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതാവുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കണം. ഒരുപാട് സാങ്കേതികതകളുണ്ട്. പക്ഷേ ഈ ക്രൂയിസ് മിസൈലുകൾ ഭൂമിക്ക് സമാന്തരമായിട്ട് നീങ്ങിയിട്ട് ശത്രുവിൻ്റെ ആ കൃത്യ ലക്ഷ്യസ്ഥാനം അതിൽ ഫീഡ് ചെയ്തിരിക്കും. അതിന് മാപ്പ്, നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഒരു സ്ഥലം അടയാളപ്പെടുത്തി നിങ്ങൾക്ക് വേറൊരാൾ വാട്സാപ്പിൽ ഇട്ട് തരുന്നത് പോലെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. എന്നിട്ട് ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് ചെന്നിട്ട് GPS-ൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണെങ്കിൽ നാവിക്കിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ റഷ്യയുടെ ഗ്ലോസ്നാസിൻ്റെ സഹായത്തോടു കൂടി, ചൈനയുടെ ബൈഡുവിൻ്റെ സഹായത്തോടു കൂടി ഒക്കെ അവിടെ ചെന്നിട്ട് അത് ആ ലക്ഷ്യസ്ഥാനത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങി കറക്റ്റ് ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ച് അവിടോട്ട് ഇടിച്ചിറങ്ങും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ ഈ ടോമോഹാക്ക് ആണ് ഗൾഫ് യുദ്ധത്തിൽ അമേരിക്ക ഇത് പ്രയോഗിച്ച് ലോകത്തിനെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു മിസൈൽ വന്ന് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കറങ്ങിയിട്ട് ചിലപ്പം താഴോട്ട് വരാതെ അതങ്ങ് തിരിച്ചു പോകും. കാരണം അതിന് അന്നേരമായിരിക്കും മനസ്സിലാവുന്നത് ഇത് പട്ടാളത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല, ഇതൊരു ആശുപത്രിയാണ്. ഉടനെ അതങ്ങ് തിരിച്ചു പോകും. റീകോൾ ചെയ്യാൻ പറ്റും. മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ JSR-ന്റെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മിസൈല് അത് ഒരു ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നതും, അതുപോലെ തന്നെ ജാമിങ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് ഇത് ശത്രുക്കളുടെ ജാമിങ് ഉണ്ടാവുമല്ലോ ഈ മിസൈൽ വരും, ജാമിങ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള GNSS ടെക്നോളജിയെ, അതുപോലെ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് ഞാനിപ്പോൾ പറഞ്ഞത്, അങ്ങനെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫോർമൽ സീക്കേഴ്സ്. ഓപ്റ്റിക്കൽ സീക്കർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വരുന്ന വെളിച്ചം കണ്ടിട്ട് കൃത്യമായിട്ട് ചൂട് കണ്ടിട്ട്, ചൂട് ഇൻഫ്രാറെഡ് സീക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് അല്പം ചൂട് വന്നാൽ അത് തിരിച്ചറിയും, അല്ലെങ്കിൽ പ്രകാശം വന്നാൽ തിരിച്ചറിയും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആധുനിക സംവിധാനവും ഉള്ള സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു മിസൈൽ ഒരു സ്ഥലത്ത് നിന്ന് ഇടിക്കണമെങ്കിൽ അതിൻ്റെ കുറച്ച് 100 മീറ്റർ ദൂരെ പോയിട്ട് ഇടിച്ചുകൊണ്ട് കാര്യമില്ല. വളരെ അടുത്ത് ഒന്നിയിൽ അതേ തന്നെ ഇടിക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വീഴും. അപ്പോൾ ഈ പറയുന്ന ഈ JSR-ന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി വെറും 5 മീറ്ററാണ്. അതായത് ലക്ഷ്യസ്ഥാനത്തോ പരമാവധി അതിന് അപ്പുറത്തോട്ട് പോയാൽ 5 മീറ്റർ. അപ്പോൾ എന്തായാലും നാശം ഉറപ്പാണ്. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഈ മിസൈല് അവരെ വ്യോമസേനയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ വിൽക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള സൂചനയാണ്. അതാണ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് അവിടെ എത്തി അത് പരിശോധിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു സ്റ്റെൽത്ത് ക്വാളിറ്റീസ് ഉള്ള, റഡാറിൽ നിന്നും മറഞ്ഞിരിക്കാൻ ശേഷിയുള്ള ഒരു ക്രൂയിസ് മിസൈലാണ്. എന്തായാലും പൊതുമേഖലാ സ്ഥാപനത്തിന് കഴിയാത്തത് വളരെ വേഗം, കഴിയുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധിവരെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ വേഗത്തിൽ, വർഷങ്ങൾ മറ്റവരെടുക്കുമ്പോൾ ഇത് ഡെഡ് ലൈൻ വെച്ച് വർക്ക് ചെയ്ത് ഇത്ര വേഗത്തിൽ ഇത് പൂർത്തിയാക്കാൻ JSR-ന് കഴിഞ്ഞു. എന്തായാലും ശരി, ഇന്ത്യയുടെ സ്വകാര്യ മേഖലയുടെ ഒരു കുതിപ്പാണ് കാണിക്കുന്നത്. സമയപരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. 15 മിനിറ്റ് ആയി കഴിഞ്ഞു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. തീർച്ചയായിട്ടും സാർ.